ഗോസിപ്സ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഗോസിപ്സ് പറഞ്ഞിട്ടുള്ളവരായിരിക്കും. ചെറിയ രീതിയിലെങ്കിലും ഗോസിപ്പ് പറഞ്ഞ് കളിയാക്കി ചിരിച്ച് ആസ്വദിച്ചിട്ടുള്ളതായിരിക്കും എല്ലാവരും. ഓക്കെ, ഇത് നല്ല പ്രധാന പ്രശ്നം. ഒരാളെ കുറിച്ച് വേറൊരാൾ വലിയൊരു എലിഗേഷൻ പറയാണ്, ആ ഒരു കുറ്റം പറച്ചിലുകൊണ്ട് ആളുടെ ജീവിതം തകരാണ്, അതിന് മറ്റുള്ളവർ ഭയങ്കര മോശമായിട്ട് വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ഗോസിപ്പ് പറഞ്ഞ് പരത്തണ ആൾക്കാരുണ്ടല്ലോ, ഭൂലോകുടായ്പകളായിരിക്കും. അവരായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൽ, കസിൻസിൽ, നെയ്ബേഴ്സിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ സ്പ്രെഡ് ചെയ്യുക. അത് അറ്റ് ലാസ്റ്റ് ഈ ആളുടെ, ആ വിക്ടിം ആയിട്ടുള്ള ആളുടെ ചെവിയിലെത്തും. അവർക്ക് ഈ അലിഗേഷൻ കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞ് പടർത്തിയതിനേക്കാളും ആ പറഞ്ഞ ആൾക്കാരെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും സങ്കടം ഉണ്ടാവും. ഒരു കാലത്ത് അത്രയും ഡിയറസ്റ്റ് ആയിട്ടുള്ള കരുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ സ്പ്രെഡ് ചെയ്യണം. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോൺ വിളിച്ചെങ്കിൽ നേരിട്ട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ, എന്നിട്ട് റൈറ്റ് ഓർ റോങ് എന്ന് ചോദിക്കുന്നതിന് പകരം കാട്ടുതീ പോലെ പടർത്തുക. അതുകൊണ്ട് നമുക്ക് എന്ത് സമാധാനം ആനന്ദമാണ് കിട്ടണമെന്ന് അറിയില്ല, പക്ഷെ അത് നിലനിൽക്കില്ല. എന്തായാലും സത്യം പുറത്തു വരും. സത്യത്തിന്റെ മുഖം വളരെ വികൃതമാണ് എന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ മെന്റൽ ഹെൽത്ത് തകർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരും. ആ സമയത്ത് ഈ കുറ്റം പറഞ്ഞ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക, അപ്പം നമുക്കും നല്ലത് വരും. അതിനൊരു സംശയമില്ല. ബി കൈൻഡ് ടു അതേഴ്സ്.